പെരിയാർ വറ്റിവരണ്ടതോടെ ഉപ്പുതറയിലെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം താളം തെറ്റുന്നു. ഒരു വേനൽമഴ പെയ്തെങ്കിലും വെള്ളം കലങ്ങിയതല്ലാതെ കൂടിയില്ല. തുടർച്ചയായി വേനൽമഴ പെയ്തില്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കുടിവെള്ള വിതരണം മുടങ്ങും. കാലാവസ്ഥാ വ്യതിയാനം പെരിയാർ കരിഞ്ഞുണങ്ങി. പെരിയാറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനവും താളം തെറ്റി. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കുടിവെള്ള വിതരണം മുടങ്ങും. അതിനുള്ള വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. അതും വെള്ളം മലിനപ്പെട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ വർഷവും പമ്പ് ഹൗസിലെ വെള്ളം വറ്റിയിരുന്നു. പിന്നീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പ്രധാന പമ്പ് ഹൗസിന് ചുറ്റുമുണ്ടായിരുന്ന ചെളിയും മറ്റു പാഴ്വസ്തുക്കളും നീക്കം ചെയ്ത ശേഷം മണൽ ചാക്കടിച്ച് തടയണ നിർമ്മിച്ചിരുന്നു. 2 മോട്ടോർ ഉപയോഗിച്ച് സമീപത്തെ വലിയ കയങ്ങളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഇവിടെ എത്തിച്ചാണ് കുടിവെള്ളം പുനഃസ്ഥാപിച്ചത്. കഴിഞ്ഞ വർഷം മണൽ ചാക്ക് കൊണ്ട് നിർമ്മിച്ച തടയണ കഴിഞ്ഞ വർഷകാലത്ത് തകർന്നിരുന്നു. അതിനാൽ തടയണയിൽ വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോയി. കഴിഞ്ഞ വർഷത്തെ പോലെ തടയണ നിർമ്മിച്ച വീണ്ടും കയറ്റിൽ നിന്നും വെള്ളം എത്തിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. പെരിയാറ്റിലെ നേരത്തെ ഉണ്ടായിരുന്ന തടയണയെല്ലാം ഒളിച്ചുപോയി. ഇതിപ്പം ഒരാഴ്ചയോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വരും. അത് ഉണങ്ങിയിരിക്കുകയാണ്. വെള്ളം വളരെയധികം മാലിന്യപ്പെട്ടിരിക്കുകയാണ്. ഉപ്പുതറയിലെ ശുദ്ധജല വിതരണം മുടങ്ങിയാൽ വ്യാപാരികളടക്കം 3000-ലേറെയും കുടുംബങ്ങളാണ് ബുദ്ധിമുട്ടിലാവുന്നത്. അടിയന്തരമായി പമ്പ് ഹൗസിന് സമീപത്തെ ചെളി നീക്കി കയറ്റിൽ നിന്നും വെള്ളം എത്തിക്കാൻ പഞ്ചായത്തും വാട്ടർ അതോറിറ്റിയും തീരുമാനിച്ചില്ലെങ്കിൽ കുടിവെള്ളം കിട്ടാക്കനിയാവും. ഒരാഴ്ച കൂടി വിതരണം ചെയ്യാനുള്ള വെള്ളം മാത്രമാണ് പമ്പ് ഹൗസിന് ചുറ്റുമുള്ളത്. പെരിയാറ്റിൽ നിരവധി പദ്ധതികളുണ്ടെങ്കിലും ഏറ്റവും വലിയ പദ്ധതി വാട്ടർ അതോറിറ്റിയുടേതാണ്. ഒരു വേനൽമഴ പെയ്തെങ്കിലും കാര്യമായ പ്രയോജനങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. വരണ്ടുണങ്ങിയ ഭൂമി ഒന്ന് നനയ്ക്കാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. വേനൽമഴ തുടർച്ചയായി കിട്ടിയാൽ മാത്രമേ ഇതിന് പരിഹാരമാവുകയുള്ളൂ. പെരിയാർ വറ്റിവരേണ്ട പെരിയാറിന്റെ നിഴൽ മാത്രമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പെരിയാർ ശുദ്ധീകരിക്കാത്തതും മണ്ണ് നീക്കം ചെയ്യാത്തതും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.